PR ശ്രീജേഷിന് രാഷ്ട്രത്തിന്റെ ആദരം. ശ്രീജേഷിനോടുള്ള ആദരസൂചകമായി 16-ാം നമ്പർ ജേഴ്സി ഹോക്കി ഫെഡറേഷൻ പിൻവലിച്ചു. കേരളത്തിൽ ഹോക്കിയുടെ വളർച്ചയ്ക്ക് വേണ്ടതെല്ലാം ചെയ്യുമെന്ന് PR ശ്രീജേഷ് പ്രതികരിച്ചു. ചരിത്രത്തിൽ ഒരു ഹോക്കി താരത്തിനും നൽകിയിട്ടില്ലാത്ത യാത്രയയപ്പാണ് ഹോക്കി ഫെഡറേഷൻ PR ശ്രീജേഷിന് നൽകിയത്. ഗോഡ് ഓഫ് മോഡേൺ ഇന്ത്യൻ ഹോക്കി എന്ന പേരിൽ ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ ടീം അംഗങ്ങളും മുൻ ഇതിഹാസ താരങ്ങളും പങ്കെടുത്തു. ശ്രീജേഷിന്റെ കുടുംബവും ചടങ്ങിന്റെ ഭാഗമായി. ഒരു കായിക താരം എന്ന നിലയിൽ താൻ ഇതിനും അപ്പുറം ഒന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് PR ശ്രീജേഷിന്റെ പ്രതികരണം. കേരളത്തിൽ ഹോക്കി വളർത്താൻ തന്റെ ഭാഗത്ത് നിന്നും ചെയ്യേണ്ടതെല്ലാം ചെയ്യുമെന്നും PR ശ്രീജേഷ് പറഞ്ഞു. കേരളത്തിൽ നമുക്ക് ആകെയുള്ള 2 ആസ്ട്രോടർഫാണ്. ഇന്നത്തെ ഇന്റർനാഷണൽ ഹോക്കി നടക്കുന്നത് മൊത്തം ആസ്ട്രോടർഫുകളിലാണ്. അത് എത്രത്തോളം കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് കൂടുതൽ ഗ്രൗണ്ടുകൾ കൊണ്ടുവരണം. ഉറപ്പായിട്ട് സ്പോർട്സ് മിനിസ്റ്ററിനെയും ചീഫ് മിനിസ്റ്ററിനെയും കാണുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണം. 20 വർഷത്തെ കരിയറിൽ 4 ഒളിമ്പിക്സ്, 4 ലോകകപ്പ്, 3 ഏഷ്യൻ ഗെയിംസും 3 കോമൺവെൽത്ത് ഗെയിംസും ഉൾപ്പെടുന്നു. അതിൽ അവസാന 2 ഒളിമ്പിക്സിലും വെങ്കല മെഡൽ. ഭാരതത്തിന്റെ ഇതിഹാസ താരം ഹോക്കിയിൽ നിന്ന് വിരമിക്കുന്നുവെങ്കിലും ജൂനിയർ ടീമിന്റെ പരിശീലകൻ എന്ന നിലയിൽ ഇന്ത്യൻ ഹോക്കിയുടെ ഭാഗമായി തുടരും. ഞാൻ നാളെ ഒരു കോച്ച് ആവുന്നില്ല. ഞാൻ വീട്ടിൽ പോകും, ഒരു ബ്രേക്ക് എടുക്കും, ഫാമിലിയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പ്രിപ്പയർ ചെയ്യാനുണ്ട്. പിന്നെ മാനസികമായിട്ടൊരു ചേഞ്ചിന് വളരെ വലിയ അത്യാവശ്യമുണ്ട്. കാരണം ഇത്രയും നാളൊരു പ്ലെയറായിട്ട് സഡനായിട്ട് ഒരു കോച്ചായി മാറുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം അതെല്ലാം മാറ്റിയിട്ട് കോച്ചായി എന്ന് അല്ലെങ്കിൽ കോച്ചാവാൻ തക്കമായിട്ട് സ്വന്തമായിട്ട് പ്രിപ്പയർ ആയെന്ന് തോന്നുമ്പോൾ മാത്രമാണ് ഈ ജോലിയിലേക്ക് വരികയുള്ളൂ. ജനം, ഡൽഹി.